അങ്ങനെ വെളുപ്പിന് ഒരു 3 മണിയായപ്പോൾ 2 ട്രെയിനൊക്കെ കയറി ഞങ്ങൾ വിചാരിച്ച എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തി കേട്ടോ. അതായത് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കാര്യം സമയമാവാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ഞങ്ങൾ വന്നേക്കുന്നത് തഞ്ചാവൂർ. നേരെ നമ്മൾ വെയിറ്റിംഗ് റൂമിലോട്ട് പോയി കേട്ടോ. അവിടെ 25 റുപ്പീസ് എങ്ങാണ്ടാണ് ഉള്ളത് നമുക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ ഞങ്ങളൊരു 6 മണി 6:30 സമയമായപ്പോഴത്തേനും ഫ്രഷൊക്കെ ആയിട്ട് പുറത്തോട്ടിറങ്ങി. ഇനി എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പുറത്തോട്ട് ഇറങ്ങിയേക്കുന്നത്. ഇതാണ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ പോലും ഒരു അമ്പലത്തിൻ്റെ ഒരു മോഡലിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓട്ടോക്കാരുടെ അടുത്തൊക്കെ വഴി ചോദിക്കുവാണ് എത്ര കിലോമീറ്ററൊക്കെ ഉണ്ടെന്നുള്ളത്. അവിടെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞാനൊരു ആവേശത്തിന് പൊങ്കലാണ് കേട്ടോ മേടിച്ചത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കഴിച്ചു. ബാക്കിയെല്ലാവരും ബുദ്ധിപൂർവ്വം മസാല ദോശയ്ക്കാണ് മേടിച്ചത്. നല്ല ചട്നിയും വടയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ബാക്കി ഫുഡുകളെല്ലാം നല്ല റേറ്റ് ആയിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നിട്ട് നേരെ പോകുന്നത് തഞ്ചാവൂർ പാലസിലോട്ടാണ് പോയത്. ഒരു 20 മിനിറ്റ് 25 മിനിറ്റോളം ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷനാണ് കേട്ടോ. എന്തൊരു ഭംഗിയായിരുന്നു അറിയാമോ കാണാൻ വേണ്ടിയിട്ട്. നല്ല വൃത്തിയും നല്ല വൈറ്റ് കളറുള്ള പെയിൻറ്റൊക്കെ അടിച്ചിട്ട് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം നടന്നിടന്ന് നമ്മുടെ പാലസിലോട്ട് എത്തിയിട്ടോ. ഇതാണ് പാലസിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. ഇതിന് എൻട്രി എന്ന് പറയുന്നത് 25 രൂപയോ അങ്ങാണ്ടെയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഇതിനകത്തോട്ട് കയറാൻ പറ്റും. അവിടെ ആർട്ട് ഗാലറി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇതാണ് പാലസ് സ്റ്റോർ. ഇതിനകത്തും ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കാണാനും വാങ്ങിക്കാനും വേണ്ടിയിട്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ പാലസിൻ്റെ ഭാഗത്തോട്ടാണ് കയറാൻ പോയത്. ഇതാണ് പാലസിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. ഫ്രണ്ട് ലുക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ദീപാവലി ആയതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അതിനകത്ത് കയറി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നടരാജ ഹാള്. ഇതിനകത്ത് നടരാജൻ്റെ കുറേ വെറൈറ്റീസ് ഓഫ് രൂപങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇനി വൈകുന്നേരമാണ് നമ്മൾ പോകാൻ വേണ്ടി പോയ ആ ഒരു സ്ഥലത്തോട്ട് പോകുന്നത്, പെരിയ കോവിലിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത ഇതിൽ കാണിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം.